ശാന്തി വില്യംസ്. ശാന്തി വില്യംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്യംസിൻ്റെ ഭാര്യയാണ് ശാന്തി വില്യംസ്. വില്യംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ക്യാമറമാനാണ്, ഡയറക്ടറാണ്. നല്ല അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്ക് ഗംഭീര. അങ്ങനെ ഒരു അസുഖം വന്ന് കഷ്ടപ്പെട്ട് ഒരാൾ പോലും സഹായിക്കാനില്ലാണ്ട് ആണ് വില്യംസ് മരിച്ചത്. ഈ ശാന്തി വില്യംസ് എന്ന് പറഞ്ഞാൽ, ശാന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അതോടെ തൃശ്ശൂർ വരാറുണ്ടായിരുന്നു. മിന്നുവട്ടിലൊക്കെ അഭിനയിച്ച ഒരു നടിയാണ്. കഷ്ടപ്പാട് കൊണ്ടാണ് ഇതിലൊക്കെ വന്ന് അഭിനയിച്ചു വന്നത്, സീരിയലിലൊക്കെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ വില്യംസിനെ പലരും സഹായിക്കാൻ മോഹൻലാലിൻ്റെയൊക്കെ അടുത്ത സുഹൃത്താണ്. മോഹൻലാലൊക്കെ എന്തൊക്കെ സഹായം ചെയ്തു എന്ന് പറഞ്ഞു കേട്ടു. മോഹൻലാൽ ഒരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ അതൊരാളെ അറിയിക്കില്ലേ മൂപ്പര്, അത് രഹസ്യമാക്കി വയ്ക്കും. മൂപ്പർക്ക് അത് അറിയുന്നത് ഭയങ്കര ദേഷ്യമാണ്. അല്ല, അങ്ങനെ പലരും ചെയ്തത് പുറത്ത് പറഞ്ഞാൽ തന്നെ അവരെ വിളിച്ച് ഫയർ ചെയ്യും, അങ്ങനത്തെ ആളാണ്. അപ്പോൾ വില്യംസ് പറയുന്ന ശാന്തി വില്യംസ് പറയുന്നത് വെച്ചാൽ മോഹൻലാൽ സഹായിച്ചില്ല എന്നാണ് പറയണത്. പക്ഷേ മോഹൻലാൽ സഹായിച്ചു എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. വില്യംസ് ഭാര്യ പറഞ്ഞതെന്ന് വെച്ചാൽ സഹായിച്ചില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് രണ്ട് വ്യത്യസ്തമായിട്ടിരിക്കട്ടെ, അത് ഇരിക്കട്ടെ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെയൊക്കെ ചങ്കിൻ്റെ ചങ്കായ നമ്മുടെ കലാഭവൻ മണി ഈ പാപനാശം എന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അതിൽ ശാന്തി വില്യംസ് ഉണ്ട്, കമലഹാസൻ ഉണ്ട്, അതുപോലെ തന്നെ കലാഭവൻ മണിയുണ്ട്. അപ്പോൾ ആ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിൽ നടക്കുമ്പോൾ ആ സമയത്ത് ഇതുപോലെ തന്നെ ശാന്തി വില്യംസിനും ഒരുപാട് വിഷമം ദുഃഖമായിട്ടിരിക്കുന്ന സമയത്ത് കലാഭവൻ മണി ചോദിച്ചു എന്താ ചേച്ചി എത്ര വിഷമമായിട്ടിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു കുറേ കാശ് വേണം, അദ്ദേഹത്തിന് ചികിത്സയുടെ കാര്യം, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞോട് കൂടിയിട്ട് 50,000 വലിയൊരു തുക. അത് നമുക്ക് ഇത് കേട്ടാൽ അറിയാം, ഒന്ന് കേൾക്കാം നമുക്ക്. 25,000 രൂപ അടയ്ക്കണം കോളേജിൽ. അപ്പം ഞാനിങ്ങനെ എന്ത് പറഞ്ഞാൽ ഒരു ദിവസം എന്നെ വിളിച്ചു. ചോദിച്ചു എന്താ പ്രശ്നം ചേച്ചി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് നോക്കാൻ. ചേച്ചി എന്നെ സ്വന്തം ബ്രദറായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചിട്ട് 25,000 രൂപ എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നു. മോനെ കൊണ്ടേ ഞാൻ കോളേജിൽ ചേർത്തി. ഇത് മറ്റേ പടം, അതെന്ത് പടമാണ്, കമൽ സാറിൻ്റെ പടം പാപനാശം. അത് ഞാൻ പാപനാശം ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു, നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടോണ്ട് ചോദിച്ചു. അപ്പോൾ ആള് മെലിഞ്ഞു വല്ലാണ്ട്. പക്ഷെ എന്ത് പറ്റി മോനെ, നീ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് ചോദിച്ചു. ഇല്ലേ ചോദിച്ചു, സുഖമില്ല, എനിക്ക് തീരെ സുഖമില്ല, എന്തോ പെട്ടെന്ന് എന്തൊക്കെയോ തോന്നണമെന്ന് പറഞ്ഞു. അപ്പം എടാ നീ നിന്റെ ശരീരം നോക്ക്, നീ ഇങ്ങനെ എന്നാൽ ശരിയാവില്ല. അപ്പൊ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കുറേ സംസാരിച്ചെന്ത് ചെയ്തു, ഞാൻ ചേച്ചിയെ തിരിച്ചു വന്ന് കാണുമെന്ന് പറഞ്ഞു. മൂപ്പര് പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മൂപ്പര് ഇനി അധികം സഹായങ്ങളൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ദൈവം പെട്ടെന്ന് വിളിച്ചത്. ദൈവത്തിന് മൂപ്പര് ആവശ്യമാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഇടത്തിരിക്കാനായിട്ടോ അല്ലെങ്കിൽ വലത്തിരിക്കാനായിട്ട് കലാഭവൻ മണി വേണം. അതുകൊണ്ടാണ് നേരത്തെ വിളിച്ചത്. നല്ല നല്ല മനുഷ്യന്മാരെയൊക്കെ നേരത്തെ വിളിക്കും, ദുഷ്ടന്മാരെയൊക്കെ ഇവിടെ പന പോലെ വളർത്തി ഇവിടെ കിടക്കും, ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട്. അപ്പോൾ കലാഭവൻ മണി ആർക്കെങ്കിലും ഒരു വിഷമം അറിഞ്ഞ് ചെന്ന് സഹായിക്കുന്ന ആളാണ്. ഒരാൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിലും അറിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ സഹായിക്കുന്ന ആളാണ്. എന്ത് ചെയ്യാം, ആ ഒരു സ്നേഹം അതുപോലെ തന്നെ സഹായങ്ങളും മലയാളിക്ക് കൂടുതൽ അനുഭവിക്കാനായിട്ട് പറ്റിയില്ല. മൂപ്പര അഭിനയവും മൂപ്പര നാടൻ പാട്ടുകളും. മൂപ്പരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കാൻ വെച്ചാൽ എന്തോ ഒരു നാടൻ പാട്ടുകൾ നമുക്ക് കേൾക്കാറുന്നു. ഇപ്പം നോക്ക്, സകല റീൽസിലും കലാഭവൻ മണി പാടിയ നാടൻ പാട്ടുകളാണ്. മണി പോയിട്ട് ഇന്ന വരെ മണിയുടെ റേഞ്ചിലേക്ക് കയറി വരാനായിട്ട് ഒരെണ്ണത്തിന് കഴിവുണ്ട. ഒരു ചുക്കും ചുണ്ണാമ്പും ഒരു തേങ്ങയും നടക്കില്ല ഒരാൾക്കും. കലാഭവൻ മണിയുടെ സൗണ്ടും ഈ നമ്മുടെ നാടൻ പാട്ടുകൾ ഉണ്ടാക്കുന്ന ആ ശൈലി, അത് കൊടുക്കണം മ്യൂസിക്, അതിനൊപ്പം നിന്ന് പാടുന്നത് ഒക്കെ എല്ലാ ഇൻസ്റ്റാഗ്രാമിലെ റീൽസിൽ മുഴുവൻ കലാഭവൻ മണി നിറഞ്ഞു നിൽക്കുക. അതെന്താണ്, ആർക്കും മരണമില്ല. മൂപ്പര് ഭൂമിയിൽ ഇനി 10 കൊല്ലോ 5 കൊല്ലോ വന്നാൽ ആ ജനറേഷനും പോലും മൂപ്പര് ഏറ്റെടുക്കും. അതേപോലെ തന്നെ കലാഭവൻ മണിയും ജയനൊക്കെ. ചില നടന്മാരൊക്കെ ഉണ്ട് മരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ മറന്നു പോകും. എന്താണ്, അവർ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവർ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് അവർ അഹങ്കാരം, തലക്കനം, അസൂയ, കുശുമ്പ് മാത്രം കാണിച്ച ആൾക്കാരാണ്. അവരെ പിന്നെ മനസ്സിൽ പ്രേക്ഷകരെ മനസ്സിൽ അവരുണ്ടാവില്ലല്ലോ. അതുപോലെയല്ല കലാഭവൻ മണി. കലാഭവൻ മണി ഇനി 10 കൊല്ലം കഴിഞ്ഞാലും 20 കൊല്ലം കഴിഞ്ഞാലും ഇനി ഒരു ജനറേഷൻ തിരിച്ചു വന്നു കഴിഞ്ഞാലും കലാഭവൻ മണീനെ എല്ലാവരും തിരിച്ചറിയും. ഈ പാട്ടുകളിൽ കൂടിയും മൂപ്പര് ചെയ്ത കഥാപാത്രങ്ങളിൽ കൂടിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷെ അതിന് നമുക്ക് യോഗം ഉണ്ടായില്ല എന്ന് പറയാം. ഒരുപാട് പാട്ടുകൾ നമ്മൾ കേൾക്കേണ്ടതാണ്, അതിന് യോഗം ഉണ്ടായില്ല എന്ന് പറയാം. എന്തായാലും ദൈവത്തിൻ്റെ വലതുവശത്തിരിക്കുന്ന കലാഭവൻ മണിക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം.